അപ്പോൾ നമ്മുടെ മറ്റൊക്കെ റൂട്ട്സിന്റെ അടുത്ത ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സീരീസിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളുള്ളത് ബാങ്കോങ്ങിലാണ്. നല്ല രാത്രി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു. രാവിലെ ഇപ്പോൾ പുലർച്ചെ ഇവിടെ സമയം ലോക്കൽ ടൈമിൽ 5 മണിയായി. 4:30 ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി. 5 മണിക്ക് ഇറങ്ങി വണ്ടി പിക്ക് ചെയ്യാൻ വരുന്ന ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ബാങ്കോങ്ങിലെ കാഴ്ചകളാണ് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഫുൾ ടീം ഇത് അവിടെ പുറത്തിരിക്കുകയാണ്. ഞങ്ങൾ വന്നത് ദോങ്മിയോങ് എയർപോർട്ടിലാണ്. 2 എയർപോർട്ടുകളാണ് ഇവിടെ ബാങ്കോങ്ങിലുള്ളത്. ഒന്ന് സുവർണഭൂമി, ഒന്ന് ദോങ്മിയോങ്. ദോങ്മിയോങ്ങിലാണ് വന്നത്. അപ്പോൾ പുറത്തിറങ്ങിയതിന് മുമ്പ് നമ്മുടെ ഗേറ്റിൻ്റെ അടുത്ത് നമ്മുടെ പേര് പതിച്ച പ്ലക്കാർഡ് അവിടെ ഒട്ടിച്ചിട്ടുണ്ടാവും. അത് ഇവിടുത്തെ സിസ്റ്റം അതാണ്. നമ്മൾ വിചാരിച്ച പ്ലക്കാർഡ് പിടിച്ച ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുന്നതാണ്. പക്ഷേ അത് അവിടെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ പേര് കാണിച്ചു കൊടുക്കണമായിരുന്നു. അവിടെ കാണിച്ചു കൊടുത്താൽ അവിടെ സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ അവർ നമ്മുടെ വണ്ടിയെ വിളിച്ചു വരുത്തും. അപ്പോൾ നമ്മൾ നോക്കാതെ ഇറങ്ങിയതുകൊണ്ട് വീണ്ടും തിരിച്ച് കയറി പിന്നീട് അവരെ കാണിച്ചു കൊടുത്ത് അവർ വണ്ടിയെ വിളിച്ച് അത് വണ്ടി വരാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ നമ്മൾ നേരെ പട്ടായയാണ് പോകുന്നത്. പട്ടായ പോകുന്ന വഴിക്ക് ടൈഗർ ടോപ്പിയെ കണ്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ടൈഗർ ടോപ്പിയിൽ എത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ആയിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇവിടുത്തെ ഫസ്റ്റ് ഷോ നമ്മളിതാണ് ടൈഗറിനോടൊത്തുള്ള ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലൈവായിട്ട് നമുക്ക് ജീവനുള്ള ഒരു കടുവയുടെ അടുത്ത് നിന്ന് കടുവയെ തൊട്ട് തലോടി നമുക്കിവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും. 400 ബാത്താണ് ഇവിടെ നമുക്ക് ഒരു ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ചിലവ്. ഇവിടെ അടുത്തൊരു ബേബി ടൈഗർ ഉണ്ട്. ഇതിനുള്ളിലെ ബേബി ടൈഗറിൽ രണ്ടെണ്ണം ഉണ്ടല്ലേ. ഇതിനൊപ്പം ഫോട്ടോ എടുക്കാൻ എത്ര 650 ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത്. വന്യമൃഗങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കാനുള്ള അവസരം, അതുപോലെ വന്യമൃഗങ്ങളുടെ ഷോയും, അതാണ് ഈ ടൈഗർ ടോപ്പിയിലെ പ്രധാന സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് ക്രോക്കഡൈൽ ഷോ, നമ്മുടെ അടുത്ത് ക്രോക്കഡൈൽ ഷോ ആണ്. അതിന് ഓരോ ഷോക്കും സമയമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒരു നമുക്ക് ഇരുന്ന് ഷോ കാണാനുള്ള ഒരു സാഹചര്യമാണ്. ഈ ഷോ ഒക്കെ നമ്മുടെ ഈ പാക്കേജ് ഉൾപ്പെട്ടാണ്. ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ഓരോന്നിനും പ്രത്യേകം പൈസ കൊടുക്കണം. മുതലകളൊക്കെ അവിടെ പൂളിലാണല്ലോ കേട്ടോ. പൂളിൽ നിന്ന് അവരൊക്കെ വലിച്ച് പുറത്തേക്ക് എടുത്താണ് ഷോ നടത്തുന്ന ആൾ ചെയ്യുന്നത്. അങ്ങനെ 3-4 മുതലകളായിട്ടുണ്ട്. അവിടുത്തെ ഒരു മുതല അതിനെ പിടിച്ച് വലിച്ച് കരയ്ക്ക് കയറ്റാണ്. ബാലിന് പിടിച്ച് വലിച്ചു വരുന്നത് അതിനിടയിൽ കുടയുന്നുണ്ട്. ഇതിൻ്റെ വായിനകത്ത് തുറന്നു വെച്ചിട്ട് അത് വായിനകത്ത് കൈയിടുക, അതുപോലെ തലയിടുക, ഇങ്ങനെയുള്ള കുറേ ഷോകളാണ് ഇവിടെ ഈ ക്രോക്കഡൈലിനോട് ചെയ്യുന്നത്. കണ്ടോ, വാ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൈയിടുന്നുണ്ട്, വായ്ക്കകത്ത് കൈയിടുന്നത്. അതുപോലെ ഇനി തലയിടുന്ന ഉണ്ട്. ഈ മുതലകളുടെ വായിൻ്റെ ഉള്ളിലേക്ക് അയാളുടെ തല ഇട്ടിട്ട് ഉള്ള ഷോ ഒക്കെ നടത്തുന്നുണ്ട്. ഇത്ര ഷോകളാണ് ഇവിടെ ഉണ്ടാവും. അതാണ് അയാൾ വായ്ക്കകത്തേക്ക് തല അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഉള്ള ഷോ ആണ്. അപ്പോൾ ഇത്തരം ഷോകളാണ് ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഷോകളിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ക്രോക്കഡൈൽ ഷോ ഇവിടെ കഴിഞ്ഞു. അടുത്തതാ ഇവിടെയാണ് ടൈഗർ ഷോ ഉള്ളത്. അതും ഇതുപോലെ ഒരു തിയേറ്ററിൻ്റെ അകത്ത് തന്നെയാണെന്ന് തോന്നുന്നു. കയറി നോക്കാം. ഉണ്ടോ, ഇതുപോലെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോ നടത്തുന്നൊരു സ്ഥലമാണ്. ചുറ്റും കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുള്ളിലാണ് ഷോ നടത്തുന്നത്. നമ്മുടെ സർക്കസൊക്കെ പോലെ കാണാവുന്ന ഒരു സംഭവം. കഴിഞ്ഞ ക്രോക്കഡൈൽ ഷോയ്ക്ക് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് കുറേ ബാക്കിലാണ്. ഞങ്ങൾ കുറച്ച് വൈകിട്ടെത്തി. അപ്പോൾ ഞങ്ങളിതാ ഇതിന് കുറച്ച് മുന്നേ തന്നെ കയറിയെന്നാണ്, നേരത്തെ വന്നു. അപ്പോൾ അതവിടെ 3 കടുവകളുണ്ട്. കടുവകളുടെ ഷോ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, അവർ കാണികളെ അഭിവാദ്യം ചെയ്യുന്നതാണ് കടുവകൾ. ഈ ഷോ നടത്തുന്ന 4 കടുവകളുണ്ട് കേട്ടോ. 4 കടുവകളും അതുപോലെ 3-4 പേരും ഉണ്ട് അതിനകത്ത്. ഉണ്ടോ, ഈ കടുവകളുടെ കൂടെ ഫ്രീ ആയിട്ടുള്ള കടുവകളാണ്. നേരത്തെ നമ്മൾ ഫോട്ടോ എടുത്ത് കെട്ടിയിട്ട കടുവയായിരുന്നെങ്കിൽ ഇതങ്ങനെയല്ല. ഇത് ഫ്രീ ആയിട്ടുള്ള കടുവകളുടെ കൂടെ അവർ പറയുന്ന പോലെ ഷോ നടത്താണ്. നമ്മുടെ സർക്കസിലൊക്കെ നടത്തുന്ന ഒരു സംഭവം തന്നെ. പക്ഷേ ഈ വന്യമൃഗങ്ങളുടെ ഇത്ര അടുത്ത് കാണുന്നത്, ഇത്ര അടുത്ത് ഷോ നടത്തുന്നത് ചിലപ്പോൾ സർക്കസിൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. കണ്ടോ, കടുവകളെ ഞാൻ റിങ്ങിൻ്റെ ഉള്ളിലൊരു ചാടിക്കാണ്. അപ്പോൾ ഇതുപോലുള്ള ഷോകളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ടൈഗർ ഷോ.
ടൈഗർ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കണ്ടോ അവിടെ പാമ്പിനെ വലിയൊരു പരുമ്പാമ്പ് ഒരു വെള്ള നിറത്തിലുള്ള ഒരു പാമ്പ്, ഇത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് അറിയില്ല, അതിനെങ്ങനെ തോളിലിട്ടിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു സംഭവം കണ്ടോ. അതിപ്പോൾ ഒരാൾ ചെയ്യുന്നതാണ്. ഇതിങ്ങനെ ഫോട്ടോ എടുക്കാൻ 100 ബാത്താണ് പൈസ. 100 ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 300 രൂപ, അങ്ങനെയാണ് പൈസ വരുന്നത്. ഇങ്ങനെയുള്ള ഓരോ പിന്നെ ഫോട്ടോ എടുക്കുന്ന ഓരോ പരിപാടികൾക്കും പ്രത്യേകം നമ്മൾ പൈസ കൊടുക്കണം. റക്കൂണോ എന്താ റക്കൂൺ, ഇതൊരു പെരുകല്ലേ. ഇവിടെ വന്നപ്പോൾ ഒരു കടുവക്കുട്ടിയും അതുപോലെ 2 സിംഹങ്ങളും ഇവർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ളതാണ്. 400 ബാത്താണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ. നമ്മൾ നേരത്തെ കടുവയുടെ അടുത്ത് കൂടെ ഫോട്ടോ എടുക്കാനും 400 ബാത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തേറെ കുറച്ചുകൂടി നന്നായിരുന്നതെന്ന് തോന്നുന്നു. അവിടെ കുറച്ചും കൂടി വിശാലമായ ഒരു ഏരിയ ഉണ്ട്, മറ്റടുത്ത് ചെറിയൊരു കുടിസ് ഏരിയ. അങ്ങനെ ഞങ്ങൾ ടൈഗർ ടോപ്പിയാന്ന് ഓടിച്ചു വിട്ടതാ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് ടൈഗർ ടോപ്പിയൻ്റെ കാഴ്ചകൾ. നമ്മളിവിടെ ഫസ്റ്റ് വന്ന് ഇന്ന് ആദ്യത്തെ പിന്നെ കാഴ്ച ഇതാണ്, ടൈഗർ ടോപ്പി ആയിരുന്നു. ടൈഗറിൻ്റെ കൂടെ ഒക്കെ വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പിന്നെ പട്ടായയിലേക്ക് പോകുന്നു. അവിടെ റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് വൈകുന്നേരം നമ്മൾ അടുത്ത അൽക്കാസർ ഷോയിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ടൈഗർ ടോപ്പിന്ന് പുറത്തിറങ്ങാണ്. ഇതാണ് ഇതിൻ്റെ പ്രധാന ഗേറ്റ്. ഇവിടുന്ന് ഇനി നേരെ പോകുന്നത് പട്ടായയിലേക്കാണ്. എങ്ങനെയുണ്ട് ടൈഗർ ടോപ്പി എന്ന് ചോദിച്ചാൽ അത്ര വെറുത്താണെന്ന് നമുക്ക് തോന്നുന്നില്ല. പിന്നെ വന്യമൃഗങ്ങളുടെ ഇങ്ങനെ തൊട്ട് തലോടി ഫോട്ടോ എടുക്കാൻ മറ്റ് എവിടെയെങ്കിലും സംവിധാനം ഉണ്ടോ എന്നറിയില്ല. സഫാരി വേൾഡിലുണ്ട്, ഇവിടെ തന്നെ സഫാരി വേൾഡിലുണ്ടെന്ന് തോന്നുന്നു. അത് നാളെ അല്ല മറ്റന്നാളാണ് നമ്മൾ സഫാരി വേൾഡിൽ പോവുക. അപ്പോൾ അവിടെയാണോ ഇവിടെയാണോ നല്ലത് എന്നുള്ളത് പോയവർ പറയാം. സഫാരി വേൾഡിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ അതിൻ്റെ അഭിപ്രായം അറിയിക്കാം. അപ്പോൾ ഏതായാലും വണ്ടി പട്ടായയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പകൽ പട്ടായ എന്ന് പറഞ്ഞാൽ വളരെ ശൂന്യമാണെന്ന് പറയാം. രാത്രി ഈ സ്ഥലങ്ങളൊക്കെ വളരെ തിരക്ക് പിടിച്ച സ്ഥലങ്ങളായിരിക്കും. പക്ഷേ ഇപ്പോൾ പകൽ ഏറെക്കുറെ ശൂന്യമാണ്. രാത്രി നേരം വെളുക്കുന്നവരെയാണ് പട്ടായ സജീവമായിട്ടുണ്ടാവുക. അപ്പോൾ ഏതായാലും ഞങ്ങളിതാ ഈ മുന്നിൽ കാണുന്ന ടുക്ടുക്കാണ് കേട്ടോ. ടുക്ടുക്ക് വണ്ടി ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ടുക്ടുക്കാണ്. ചിലവ് കുറഞ്ഞൊരു വണ്ടിയാണിത്. അപ്പോൾ അത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങളിതാ റൂമിലേക്ക് പിന്നെ പോവുകയാണ്. റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ടാണ് ഇനി വൈകുന്നേരം നമ്മുടെ അൽക്കാസർ ഷോ ഉണ്ട്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇന്നും നാളെയും ഞങ്ങൾ പട്ടായയിൽ താമസിക്കുന്ന ഗോൾഡൻ ബീച്ച് ഹോട്ടൽ. 3 സ്റ്റാർ ഹോട്ടലാണ്. നമ്മുടെ പട്ടായ ബീച്ച് റോഡിനോടും അതുപോലെ വാക്കിംഗ് സ്ട്രീറ്റിനോടൊക്കെ ഏകദേശം അടുത്തുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ഹോട്ടൽ. 3 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഇതിൻ്റെ റൂമിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറേ റൂമുകളുണ്ട് കേട്ടോ. ഏകദേശം ഒരു 100ന് മുകളിൽ റൂമുകളുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം വലിയ ഒരു റൂമാണ്. 2 ട്വിൻ ബെഡ് ഉണ്ട്. അതുപോലെ പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് അപ്പുറത്തുള്ള വലിയ ബിൽഡിങ്ങുകളുടെയൊക്കെ കാഴ്ചകളാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് ഇന്ന് രാത്രിയിലെ അൽക്കാസർ ഷോവും അതുപോലെ പട്ടായയിലെ ഹോട്ട് ആയിട്ടുള്ള നൈറ്റ് ലൈഫും ക്ലബ്ബുകളുടെയും ഒക്കെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോക്കായി തീർച്ചയായിട്ടും കാത്തിരിക്കുക. ഓക്കെ.